നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സർക്കാരും കേരള സിലബസ് വിദ്യാർത്ഥികൾക്കും വൻ തിരിച്ചടി. കീം പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കി. മാർക്ക് ഏകീകരണത്തിൽ മാറ്റം വരുത്തിയത് നിയമപരമല്ലെന്ന് കോടതി. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കാൻ നിർദ്ദേശം. അപ്പീൽ നൽകാൻ സർക്കാർ. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് ഗവർണർ പോരിനിടെ കടുത്ത നടപടി തുടർന്ന് താൽക്കാലിക VC സിസ തോമസ്. പദവിയിൽ തുടരരുത് എന്നാവശ്യപ്പെട്ട് KS അനിൽകുമാറിന് കത്ത്. രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിക്കരുതെന്നും താക്കീത്. അവധിക്ക് അപേക്ഷ നൽകി KS അനിൽകുമാർ. സസ്പെൻഷനുള്ളയാൾക്ക് എന്ത് അവധിയെന്ന് VC. സംയുക്ത തൊഴിലാളികളുടെ ദേശീയ പണിമുടക്കിൽ വലഞ്ഞ് കേരളം. സർവീസിന് തയ്യാറായ KSRTC ജീവനക്കാരെ തടഞ്ഞ് സമരാനുകൂലികൾ. ദേശീയ തലത്തിൽ പണിമുടക്കിന് പ്രതികരണമില്ല. മെട്രോ നഗരങ്ങൾ സാധാരണ നിലയിൽ. സുരേഷ് ഗോപി ചിത്രം JSK തിയേറ്ററിലെത്താൻ വഴിയൊരുങ്ങുന്നു. സിനിമയുടെ പേര് മാറ്റി ജാനകി V എന്നാക്കാമെന്നും കോടതി രംഗങ്ങളിൽ പേര് മ്യൂട്ട് ചെയ്യുമെന്നും നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ. മുഖ്യ പരിഗണന സിനിമ പുറത്തിറക്കുന്നതിനെന്ന് JSKയുടെ അണിയറ പ്രവർത്തകർ. മലപ്പുറം കോട്ടക്കലിൽ നിപ സമ്പർക്ക പട്ടികയിലുള്ള സ്ത്രീ മരിച്ചു. ആരോഗ്യ വകുപ്പ് സംസ്കാരം തടഞ്ഞു. പരിശോധനാ ഫലം വരുന്നതുവരെ സംസ്കാരം നടത്തരുതെന്ന നിർദ്ദേശം. രാജസ്ഥാനിലെ ചുരുവിൽ വ്യോമസേന വിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർക്ക് വീരമൃത്യു. അപകടത്തിൽപ്പെട്ടത് ജാഗ്വർ യുദ്ധവിമാനം. അന്വേഷണം ആരംഭിച്ച് വ്യോമസേന. സർക്കാരിനും കേരള സിലബസ് വിദ്യാർത്ഥികൾക്കും വൻ തിരിച്ചടി. കീം പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കി. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന യോഗ്യത റാങ്ക് ലിസ്റ്റാണ് റദ്ദാക്കിയത്. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്നും അവസാന നിമിഷത്തിൽ പുതിയ സമവാക്യം കൊണ്ടുവന്നത് ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഉത്തരവ്. റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് പ്രോസ്പെക്ടക്സിൽ മാറ്റം വരുത്തിയതെന്ന് ജസ്റ്റിസ് DK സിംഗ് ചൂണ്ടിക്കാട്ടി. ഫെബ്രുവരിയിലെ പ്രോസ്പെക്ടക്സ് അനുസരിച്ച് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഈ മാസം 1-നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന ഫലങ്ങൾ പ്രഖ്യാപിച്ചത്. മാർക്ക് ഏകീകരണത്തിനുള്ള പുതിയ സമവാക്യം മൂലം CBSE വിദ്യാർത്ഥികൾക്ക് മുമ്പുണ്ടായിരുന്ന വെയിറ്റേജ് നഷ്ടമായെന്ന് ചൂണ്ടിക്കാട്ടി CBSE സിലബസിൽ +2 വിദ്യാർത്ഥിയായ ഹന ഫാത്തിമയാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോരിൽ നിലപാട് കടുപ്പിച്ച് വൈസ് ചാൻസലർ. ക്യാമ്പസിൽ കയറരുതെന്ന് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർക്ക് വൈസ് ചാൻസലർ സിസ തോമസ് കത്ത് നൽകി. അതേസമയം അവധിക്ക് ശേഷം തിരികെ എത്തിയ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ നാളെ യൂണിവേഴ്സിറ്റിയിലെത്തും. പ്രതിഷേധം ശക്തമാക്കാനാണ് SFIയുടെ തീരുമാനം. കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങളിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് വൈസ് ചാൻസലർ. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കയറരുതെന്ന് കാണിച്ച് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് വൈസ് ചാൻസലർ സിസ തോമസ് ആണ് കത്ത് നൽകിയത്. സിൻഡിക്കേറ്റ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ലെന്നും ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടരുതെന്നുമാണ് കത്തിൽ പറയുന്നത്. നിർദ്ദേശം ലംഘിച്ചാൽ കനത്ത നടപടി നേരിടേണ്ടി വരുമെന്നും VC വ്യക്തമാക്കിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ SFI നടത്തിയ സമരത്തിനെതിരെയും വൈസ് ചാൻസലർ DGPക്ക് പരാതി നൽകി. അക്രമങ്ങളിൽ യൂണിവേഴ്സിറ്റിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ 17 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതേസമയം അവധിയിലായിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സംസ്ഥാനത്ത് തിരിച്ചെത്തി. നാളെ യൂണിവേഴ്സിറ്റിയിലെത്തുമ്പോൾ ശക്തമായ പ്രതിഷേധം തീർക്കാനാണ് SFIയുടെ തീരുമാനം. ഗവർണർക്കെതിരായ പ്രതിഷേധവും നാളെ മുതൽ ശക്തമാകും. യൂണിവേഴ്സിറ്റി സംഭവത്തിൽ പ്രതികരിക്കാത്ത പ്രതിപക്ഷ നടപടിയെ SFI വിമർശിച്ചു. ഞങ്ങൾ ഇന്നലെ വളരെ അതിശയത്തോടു കൂടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് VD സതീശൻ്റെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകളെ കണ്ടത്. നിങ്ങൾ നോക്കൂ, അവർ പറഞ്ഞ പ്രസ്താവനകളിൽ എവിടെയും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കാൻ RSS തയ്യാറാക്കിയിരിക്കുന്ന ഈ പദ്ധതിയെപ്പറ്റി ഒരക്ഷരം പോലും ഉരിയാടാൻ, മിണ്ടാൻ അവർ തയ്യാറായിട്ടില്ല. RSSനെതിരായ സമരം അങ്ങേക്ക് എപ്പോഴാണ് ഗുണ്ടായിസമായി തോന്നുന്നത്? RSSനെതിരായി സമരം ചെയ്യുന്നവരെ നിങ്ങൾ ഗുണ്ടായിസമായി ചിത്രീകരിച്ചാൽ ഈ രാജ്യത്ത് എവിടെയാണ് നിങ്ങൾ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി ശബ്ദമുയർത്താൻ പോകുന്നത്? അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള സർവകലാശാലയിൽ വരരുതെന്നും രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിക്കരുതെന്നുമുള്ള നിർദ്ദേശത്തിന് പിന്നാലെ അവധി അപേക്ഷ നൽകിയ രജിസ്ട്രാർ KS അനിൽകുമാർ വൈസ് ചാൻസലർക്ക് ഇമെയിൽ വഴിയാണ് അവധി അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളുടെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തിയെന്ന് VC പരിഹസിച്ചു. ജൂലൈ 9 മുതൽ അനിശ്ചിതകാലത്തേക്കാണ് അവധി അപേക്ഷ നൽകിയിട്ടുള്ളത്. തൻ്റെ ചുമതല പരീക്ഷാ കൺട്രോളർക്ക് നൽകണമെന്നും അപേക്ഷയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്.
SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ പോലീസ് കുടപിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിസ്സാര കാര്യത്തിന് ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്, അതിൽ ബലിയാടാകുന്നത് വിദ്യാർത്ഥികളാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടുവാനുള്ള സമരമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI നടത്തിയത് ഗുണ്ടായിസം. ആ ഗുണ്ടായിസത്തിന് സർക്കാരും പോലീസും കൂട്ടുനിന്നു. എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച് അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തികഞ്ഞ ഗുണ്ടായിസമായിരുന്നു. പോലീസ് അതിന് കൂട്ടുനിൽക്കുക. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന UDF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ കുടപിടിക്കുന്ന പോലീസും, ഈ രണ്ട് പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത്. CPM നേതാക്കന്മാർ SFIയെ നിയന്ത്രിക്കണം. കാരണം ആർക്കെതിരായിട്ടാണ് അവർ സമരം നടത്തിയത്? എന്താണ് ഈ സമരാഭാസം? എന്തിൻ്റെ പേരിലാണ് ഇത് നടത്തിയത്? സെൻസർ ബോർഡിന് മുമ്പിൽ കീഴടങ്ങി ജാനകി വേഴ്സസ് സ്റ്റേറ്റ്സ് ഓഫ് കേരള സിനിമയുടെ നിർമ്മാതാക്കൾ. സിനിമയുടെ പേരിൽ വി ജാനകി എന്ന് മാറ്റം വരുത്താൻ നിർമ്മാതാക്കളും സമ്മതിച്ചു. തീരുമാനം നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു. വിചിത്രമായ വാദം ഉന്നയിച്ച സെൻസർ ബോർഡ് ഒടുവിൽ ഹൈക്കോടതിയിൽ മുഖം രക്ഷിച്ചു. സിനിമയിലെ കോടതി രംഗങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യും. ഇതോടെ സുരേഷ് ഗോപി ചിത്രം തിയേറ്ററിലെത്താൻ വഴിയൊരുങ്ങി. സിനിമ പുറത്തിറക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ അണിയറ പ്രവർത്തകർ. കോടതി വിധിയിൽ നിരാശയൊന്നുമില്ല. റിലീസ് നീട്ടിക്കൊണ്ടുപോയാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. എത്രയും വേഗം സെൻസർ ബോർഡിന് മുമ്പിൽ സിനിമ വീണ്ടും സമർപ്പിക്കുമെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. രണ്ട് കൂട്ടർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കാണ് അത് വന്നിരിക്കുന്നത്. പ്രായോഗികമായിട്ടൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന അടുത്ത മണിക്കൂറിൽ തന്നെ അത് റീസബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് 100% വിജയിക്കുന്നൊരു കേസാണെന്ന് തന്നെ അറിയാം. പക്ഷേ നമ്മളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാലും അപ്പീൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഇരു കക്ഷികൾക്കുമുണ്ട്. അപ്പോൾ സിനിമയുടെ റിലീസായിരിക്കും വൈകുന്നത്. അതായത് അടുത്ത ബുധനാഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് കോടതിയെയും അതേപോലെ തന്നെ CBFC എത്തിക്കാൻ പറ്റിയത്. നമ്മൾ കൊടുത്തതിന് ശേഷം 3 ദിവസത്തിനകം തന്നെ സർട്ടിഫിക്കറ്റ് തരണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. ജാനകി സിനിമാ വിവാദത്തിൽ പ്രതികരണവുമായി സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ. ഇപ്പോൾ നടന്നത് സമവായമെന്നും സിനിമാ സംഘടനകൾ ഒറ്റക്കെട്ടായി ചെറുത്ത് നിന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇത് ജാനകിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമായിരുന്നില്ല, ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണ്. ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ പാലിക്കണമെന്ന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ വരട്ടെയെന്നും B ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു. പുനഃനാമകരണം ചെയ്യണമെന്നായിരുന്നു CBFCയുടെ നിലപാട്. ആ നിലപാടിൽ നിന്നൊക്കെ അവർ ബഹുദൂരം പുറകോട്ട് പോയി. അതിന് ഞാൻ ആ ചെറുത്തുനിൽപ്പിന് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അവർ തീർച്ചയായിട്ടും നേടിയിരിക്കുന്നത് ചെറിയൊരു വിജയമായി ഞാൻ കാണുന്നില്ല. ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല, ഇത് ഇനിയും സംഭവിക്കും. വേണ്ടത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സൊല്യൂഷനാണ്. ഇതിനകത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ പൊളിച്ചെഴുത്ത് മാത്രമല്ല, വളരെ സെൻസിബിലിറ്റിയുള്ള ഒരു കമ്മിറ്റിയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടണം. ഇനി നെയ്മിങ്ങിന് അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഉണ്ടോ? വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷം അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കട്ടെ, ഞങ്ങളും അതിനകത്ത് ഭാഗഭാക്കാവാം. വെൽ ഡിഫൈൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് 100% ട്രാൻസ്പെറൻസി, ഇതാണ് നമുക്ക് വേണ്ടത്. നാളെ ഞാനൊരു സിനിമയായിട്ട് പോകുമ്പോൾ, സ്ക്രീനിങ്ങിന് പോകുമ്പോൾ വാട്ട് ടു എക്സ്പെക്റ്റ് എന്നുള്ളത് ഞാൻ അവെയർ ആയിരിക്കണം. തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് സംസ്ഥാനത്തെ ജനജീവിതത്തെ ബാധിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ പലയിടത്തും KSRTC ബസ്സുകൾ സമരാനുകൂലികൾ തടഞ്ഞു. കൊല്ലത്തും പത്തനംതിട്ടയിലും കടകൾ അടപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയും സമരം കാര്യമായി ബാധിച്ചു. തമ്പാനൂരിൽ നെയ്യാറ്റിൻകരയിലേക്ക് സർവീസ് നടത്താനിരുന്ന ബസ് സമരാനുകൂലികൾ തടഞ്ഞു. നെയ്യാറ്റിൻകര വെള്ളതട പാറശാല ഡിപ്പോയിലും നെടുമങ്ങാട് ഡിപ്പോയിലും ബസ് തടയുന്ന സാഹചര്യമുണ്ടായി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് പോലീസ് ഗതാഗത സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. RCCയിലേക്കും മറ്റും പോകുന്നവർക്കാണ് ഗതാഗത സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഓട്ടോ, ടാക്സി എന്നിവ സർവീസ് നടത്തുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് 42 KSRTC ബസ്സുകളാണ് സർവീസ് നടത്തിയത്. എന്നാൽ സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങിയില്ല.
പാടില്ല. കാട്ടാക്കടയിൽ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചതായി പരാതിയുണ്ട്. നെയ്യാറ്റിൻകര ഡിപ്പോയിലെ കണ്ടക്ടർ ഷിബുവിനാണ് മർദ്ദനമേറ്റത്. ഡയസ്നോൺ പ്രഖ്യാപിച്ചതിനാൽ KSRTC ഡിപ്പോകളിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും സർവീസ് നടത്തുന്നതിൽ നിന്ന് സമരാനുകൂലികൾ വിലക്കി. കൊല്ലത്ത് മരുന്ന് വിതരണ ഗോഡൌൺ സമരാനുകൂലികൾ അടപ്പിച്ചു. കൊല്ലം പത്തനാപുരത്ത് ഔഷധിയുടെ സബ് സെന്ററാണ് അടപ്പിച്ചത്. ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പത്തനംതിട്ടയിലും പണിമുടക്ക് പൂർണ്ണമാണ്. സർവീസ് നടത്താൻ ചില ജീവനക്കാർ എത്തിയെങ്കിലും സമരാനുകൂലികൾ അനുവദിച്ചില്ല. എന്നാൽ പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് രാവിലെ സർവീസ് നടത്തി. ബസ്സിലെ ഡ്രൈവർ ഹെൽമറ്റ് ധരിച്ചാണ് വണ്ടി ഓടിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മന്ത്രി വി ശിവൻകുട്ടി ഔദ്യോഗിക വസതിയായ റോസ് ഹൗസ് മുതൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് വരെ പോയത് കാൽനട യാത്രയായി. 6 മാസം മുമ്പേ പ്രഖ്യാപിച്ച പണിമുടക്കാണ്. അതുകൊണ്ട് യാത്രക്കാരെ തടഞ്ഞതിൽ സമരക്കാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് മന്ത്രി പറഞ്ഞു. പണിമുടക്ക് സംബന്ധിച്ച് ഗണേഷ് കുമാർ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമെന്നും ഗണേഷിൻ്റേത് ഇടതുമുന്നണി നിലപാടല്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളികളെ വിളിച്ച് സംസാരിക്കണം. എത്ര സംസ്ഥാനങ്ങളിൽ പരിപൂർണമായി പണിമുടക്ക് നടന്നു എന്നുള്ളതല്ല പ്രശ്നം. തൊഴിലാളികൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ അതിൽ എത്രമാത്രം കഴമ്പുണ്ട്, എത്രമാത്രം പ്രാധാന്യമുണ്ട്, എത്രമാത്രം ആവശ്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത്. മുതലാളിമാർക്കും ഇന്ത്യൻ കുത്തകകൾക്കും സഹായകരമായ നിലപാട് ഒരു കാരണവശാലും സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. ദേശീയ പണിമുടക്കിൽ മധ്യ കേരളം നിശ്ചലമായി. കടകമ്പോളങ്ങൾ അടച്ചതും ബസ്സുകൾ നിരത്തിലിറങ്ങാതായതോടെയും ബന്ദിന് സമാനമായ സാഹചര്യമായിരുന്നു. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെ സമരാനുകൂലികൾ മർദ്ദിച്ചതായി പരാതി ഉയർന്നു. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ ഹോട്ടൽ അടിച്ചു തകർത്തു. അവശ്യ സർവീസുകൾ ഒഴിച്ച് മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങാത്ത സാഹചര്യമായിരുന്നു മധ്യ കേരളത്തിൽ. എറണാകുളം ഡിപ്പോയിൽ KSRTC ബസ് സർവീസ് നടത്താൻ ജീവനക്കാർ തയ്യാറായെങ്കിലും സമരാനുകൂലികൾ തടഞ്ഞു. ദീർഘദൂര ബസ്സുകൾ മാത്രമാണ് നഗരത്തിൽ സർവീസ് നടത്തിയത്. കൊച്ചി മെട്രോ പതിവ് സർവീസുകൾ തുടർന്നു. പണിമുടക്ക് ദിവസത്തിൽ തുറന്നു പ്രവർത്തിക്കാൻ ശ്രമിച്ച കടകൾ നിർബന്ധപൂർവ്വം അടപ്പിച്ചത് ബന്ദിന് സമാനമായ സാഹചര്യം സൃഷ്ടിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പടിഞ്ഞാറേ നടയിലെ ഹോട്ടൽ ഹർത്താൽ അനുകൂലികൾ അടിച്ചു തകർത്തു. സ്ത്രീകളും കുട്ടികളും അടക്കം ഭക്ഷണം കഴിക്കുമ്പോഴാണ് സംഘർഷമുണ്ടായത്. കൂട്ടമായെത്തിയവർ ഹോട്ടലിലെ ഗ്ലാസുകളടക്കം അടിച്ചു തകർക്കുകയായിരുന്നു. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ സമരക്കാർ മർദ്ദിച്ചതായി പരാതിയുണ്ട്. ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ നിലമ്പേരൂർ സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. ഇടതനുകൂല സംഘടനാ പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിൽ വെച്ചായിരുന്നു മർദ്ദനം. ഈരാറ്റുപേട്ടയിൽ സമരാനുകൂലികൾ KSRTC ബസ് തടഞ്ഞു. ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്നും ആലപ്പുഴയിലേക്ക് സർവീസ് ആരംഭിച്ച ബസ്സാണ് ടൗണിൽ തന്നെ തടഞ്ഞത്. ഇടുക്കി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസും ഇറിഗേഷൻ ഓഫീസും സമരക്കാർ അടപ്പിച്ചു. പീരുമേട്ടിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ മർദ്ദിച്ചതായും പരാതിയുണ്ട്. കടകമ്പോളങ്ങൾ അടച്ചിട്ട് വ്യാപാരികൾ പ്രതിഷേധത്തിന്റെ ഭാഗമായതോടെ ആലപ്പുഴ നഗരവും നിശ്ചലമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. ദേശീയ പണിമുടക്ക് മലബാറിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ഒന്നും തന്നെ പുറപ്പെട്ടില്ല. അതേസമയം പാവങ്ങാട് ഡിപ്പോയിൽ KSRTC ബസ് തടയുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോട് മുക്കത്തെ സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ സമര അനുകൂലികൾ അടപ്പിച്ചപ്പോൾ കാസർഗോഡ് നീലേശ്വരം നഗരസഭയിലെ ജീവനക്കാരെ സമര അനുകൂലികൾ പൂട്ടിയിട്ടു. ദേശീയ പണിമുടക്ക് വടക്കൻ കേരളത്തെ കാര്യമായി തന്നെ ബാധിച്ചു. KSRTC സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നെങ്കിലും കോഴിക്കോട് നിന്നും ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തിയില്ല. ഇതറിയാതെ എത്തിയ നിരവധി യാത്രക്കാരാണ് വലഞ്ഞത്. ഇവിടെ വന്ന് ബസ് ഓടുന്നതല്ല മന്ത്രിൻ്റെ പ്രസ്താവന, പക്ഷെ ഇവിടെ വന്ന് നോക്കുന്നേരോ അങ്ങനത്തെ ഒരു നിലപാട് കാണുന്നില്ല. ബസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് വന്നതാ. ബസ് ഓടുന്നില്ല. എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ ഒരു മാർഗം കാണില്ല. നോട്ടീസ് നൽകിയതാണെന്നും സമരത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അറിയാത്തതിനാലാണ് മന്ത്രിയുടെ പ്രസ്താവനയെന്നുമായിരുന്നു CITUവിന്റെ പ്രതികരണം. ഗതാഗത മന്ത്രിക്ക് ഈ ഇതിന്റെ പണിമുടക്കിന്റെ ആ മുദ്രാവാക്യത്തിന്റെ ഗൗരവം എന്താണെന്നുള്ളത് വകുപ്പ് മന്ത്രിക്ക് അറിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പാവങ്ങാട് ഡിപ്പോയിൽ ജോലിക്കെത്തിയ 9ഓളം വരുന്ന BMS ട്രേഡ് യൂണിയനിൽപ്പെട്ട KSRTC ജീവനക്കാരെ CITU ജീവനക്കാർ ഇടപെട്ട് തടഞ്ഞു. സർവീസിന് വേണ്ടി തയ്യാറായി പുറത്തേക്ക് എടുക്കുമ്പോൾ സമരാനുകൂലികളെ തടയാണ് ഉണ്ടായത്. പോലീസ് സംരക്ഷണം തരികയാണ്. ഞങ്ങൾക്ക് എസ്കോർട്ട് തരികയാണെങ്കിൽ ഞങ്ങൾ സർവീസ് നടത്താൻ തയ്യാറാണ്.
കോഴിക്കോട് മുക്കത്ത് സമരാനുകൂലികൾ നിരവധി സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും അടപ്പിച്ചു. ചരക്ക് കയറ്റിയ വാഹനങ്ങൾ തടഞ്ഞതിനൊപ്പം മീൻ മാർക്കറ്റും പൂട്ടിച്ചു. മുക്കം സിവിൽ സ്റ്റേഷനും കൃഷിഭവനും AE ഓഫീസും സമരാനുകൂലികൾ ഇടപെട്ട് അടപ്പിച്ചു. പൊതുപണിമുടക്കിന്റെ ഭാഗമായി തൊഴിലാളി സംഘടനകൾ കോഴിക്കോട് ആദായനികുതി വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ പണിമുടക്ക് വൻ വിജയമായി എന്നുള്ളതിനെയാണ് തൊഴിൽശാലകളിൽ, വ്യവസായശാലകളിൽ, തൊഴിൽ കേന്ദ്രങ്ങളിൽ പണിമുടക്കിയതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള സ്തംഭനം ഇന്ന് രാജ്യം നേരിടുകയാണ്. കാസർഗോഡ് നീലേശ്വരം നഗരസഭയിൽ ജീവനക്കാരെ പൂട്ടിയിട്ടു. അമൃത ന്യൂസ്, കോഴിക്കോട്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് ദേശീയ തലത്തിൽ ജനങ്ങളെ ബാധിച്ചില്ല. ഡൽഹി, ചെന്നൈ, ബംഗളൂരു, മുംബൈ മെട്രോ നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. ജന്തർ മന്ദറിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഖനി അടക്കമുള്ള തൊഴിൽ മേഖലകളെ സമരം ബാധിച്ചു. ബീഹാറിൽ RJDയുടെ നേതൃത്വത്തിൽ രാവിലെ റോഡ്, റെയിൽ ഗതാഗതം തടഞ്ഞു. പശ്ചിമ ബംഗാളിലും ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. മൈസൂരിൽ AITUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടന്നു. എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം 26,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കുക, പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങുക തുടങ്ങിയ ആവശ്യങ്ങളാണ് തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വച്ചിരുന്നത്. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. മഹാരാഷ്ട്രയ്ക്ക് സമാനമായി ബീഹാറിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്ക് ശ്രമിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ BJPയുടെയും RSSന്റെയും ഭാഷയിലാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബീഹാറിൽ പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്ത ബന്ദിനിടെ പ്രതിഷേധ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ബീഹാറിൽ ആരൊക്കെ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് 2 ഗുജറാത്തികളാണെന്ന് തേജസ്വി യാദവ് കുറ്റപ്പെടുത്തി. പ്രതിഷേധത്തിൽ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുത്തു. രാജപ്രമുഖൻ ട്രോഫിയിൽ മുത്തമിട്ട് ചെറുതന പുത്തൻചുണ്ടൻ. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ആയാമ്പറമ്പ് വലിയ ദിവാഞ്ചിയും ചമ്പക്കുളത്തെയും മറികടന്നാണ് ചെറുതന 1ാം സ്ഥാനം നേടിയത്. 2ാം സ്ഥാനം ചമ്പക്കുളവും 3ാം സ്ഥാനം ആയാമ്പറമ്പ് വലിയ ദിവാഞ്ചിയും നേടി. വിവരങ്ങളുമായി അജയ് നാഥ് ചേർന്നുണ്ട്. അജയ്, എത്രത്തോളം ആവേശമുണ്ടായിരുന്നു ഈ വള്ളംകളി? രാജേഷ്, അങ്ങേയറ്റം ആവേശകരമായ മത്സരമായിരുന്നു നടന്നത് ഇത്തവണ. അതായത് ജലോത്സവ സീസണ് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആദ്യത്തെ മത്സരത്തിൽ തന്നെ ചെറുതന പുത്തൻചുണ്ടൻ ഈ രാജപ്രമുഖ ട്രോഫിയിൽ മുത്തമിടുന്നു എന്നുള്ള ഏറ്റവും ആവേശകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങേയറ്റം ആവേശകരമായ മത്സരം തന്നെയാണ് നടന്നത്. സാധാരണഗതിയിൽ ഏറെ വൈകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു മത്സരം കൂടിയാണ് ഈ ചമ്പക്കുളം മൂലം ജലോത്സവം. പക്ഷേ ഇത്തവണ വളരെ നേരത്തെ തന്നെ മത്സരങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. പ്രകൃതി, കാലാവസ്ഥ എല്ലാം അനുകൂലമാകുന്ന സാഹചര്യമായിരുന്നു. വലിയ ജനത്തിരക്ക് തന്നെയായിരുന്നു, വലിയ ജനസഞ്ചയം തന്നെയായിരുന്നു ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരുന്നത്. ഇപ്പോൾ നിലവിൽ 1ാം സ്ഥാനം നേടിയ ചെറുതന പുത്തൻചുണ്ടനുള്ള സമ്മാനദാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2ാം സ്ഥാനം ചമ്പക്കുളവും 3ാം സ്ഥാനം ആയാപറമ്പ് വലിയ ദിവാഞ്ചിയുമാണ് നേടിയത്. വലിയ ദിവാഞ്ചി നേരിട്ട് ഫൈനലിലേക്ക് കിട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഫൈനലിൽ ചെറുതന പുത്തൻചുണ്ടൻ്റെ വലിയ ശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ ഈ ആയാപറമ്പ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയായിരുന്നു. എന്തായാലും വലിയ ആവേശത്തിലേക്ക് ചമ്പക്കുളമാകെ തന്നെ മാറുന്നു. വലിയ ആവേശം അലതല്ലുന്ന ഒരു മത്സരത്തിലേക്ക് മാറുന്നു. ഇത് ജലമാമാങ്കത്തിൻ്റെ ആദ്യ മത്സരം കൂടിയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ മത്സരം കൂടിയാണ് ചമ്പക്കുളത്ത് നിന്ന് നടന്നത്. ആ രാജപ്രഭു ട്രോഫിയിൽ ആര് മുത്തമിടുന്ന ആകാംക്ഷയോടെയാണ് ഈ ആരാധകരെല്ലാം തന്നെ കാത്തിരുന്നത്. ജലോത്സവത്തെ, ജലമാമാങ്കത്തെ സ്നേഹിക്കുന്ന, വള്ളംകളിയെ സ്നേഹിക്കുന്ന കുട്ടനാട്ടിലെ മറ്റ് അന്യ ജില്ലകളിൽ നിന്നുള്ള എല്ലാം ഈ കായിക പ്രേമികൾക്കെല്ലാം തന്നെ വലിയൊരു ആവേശം ഉയർത്തുന്ന മത്സരം തന്നെയായിരുന്നു ഇവിടെ കാഴ്ചവെച്ചിരുന്നത്. വെപ്പ് A ഗ്രേഡ്, B ഗ്രേഡ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഒരുപാട് വൈകിയാണ് മത്സരങ്ങൾ സമാപിക്കാറുള്ളത്. പക്ഷേ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്തയും ഈ സംഘാടകർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും വളരെ മനോഹരമായി ഈ ചമ്പക്കുളം മൂലം അവസാനിക്കുന്നു. രാജപ്രമുഖൻ ട്രോഫിയിൽ ചെറുതന പുത്തൻ ജലോത്സവ കാലഘട്ടത്തിൽ, ജലോത്സവ സീസണിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ ചെറുതന
ഇത്തരത്തിലേക്ക് വലിയ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഓളപ്പരപ്പിൽ തന്നെ തീവാർന്ന ഒരു പോരാട്ടത്തിലേക്ക് ചെറുതന ചുണ്ടൻ മാറുന്നു. അതായത് ഒരു കഴിഞ്ഞ തവണത്തെ നെഹ്റു ട്രോഫി എല്ലാം നമുക്കറിയാം വളരെ ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് എല്ലാം പോയിരുന്നു. പക്ഷേ ഇത് വലിയ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടുള്ള വിജയം തന്നെ ചെറുതന ചുണ്ടൻ്റേത്. അതായത് ഈ വരുന്ന ഈ ജലോത്സവ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വിളിച്ചോതുന്ന തരത്തിലേക്കുള്ള വലിയ ശക്തമായൊരു പോരാട്ടമാണ് ചെറുതന ചുണ്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും വലിയ ശക്തമായൊരു മത്സരം മറ്റെല്ലാ വള്ളങ്ങളും കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത്. രാജപ്രമുഖൻ ട്രോഫി ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫിയിൽ ചെറുതന പുത്തൻ ചുണ്ടൻ മുത്തമിടുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ചമ്പക്കുളത്തു നിന്നും നമുക്ക് ദൃശ്യമാകുന്നത്. രാജേഷ്. രാജപ്രമുഖൻ ട്രോഫിയിൽ മുത്തമിട്ട് ചെറുതന പുത്തൻ ചുണ്ടൻ. വിശദാംശങ്ങളാണ് അജയ്നാഥ് നൽകിയത്. കോട്ടക്കലിൽ മരണപ്പെട്ട സ്ത്രീയുടെ നിപ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന സ്ത്രീയുടെ സംസ്കാരം പരിശോധനാ ഫലം വരുന്നതുവരെ ആരോഗ്യവകുപ്പ് തടഞ്ഞിരുന്നു. വിവരങ്ങളുമായി അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ ഈ സംസ്കാരം ആരോഗ്യവകുപ്പ് തടഞ്ഞിരിക്കുന്നത്? രാജേഷ്, തീർച്ചയായും വലിയ ആശങ്കയിലായിരുന്നു മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ 1-ാം തീയതിയാണ് മങ്കടയിൽ 18-കാരി നിപ്പ ബാധിച്ച് മരണപ്പെട്ടത്. അത് മാത്രമല്ല, പാലക്കാട് ജില്ലയിൽപ്പെട്ട നാട്ടുകൽ സ്വദേശിയായ യുവതി നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സാഹചര്യത്തിൽ ഈ 3 ജില്ലകൾ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ വലിയ ജാഗ്രതയാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ മങ്കടയിൽ മരണപ്പെട്ട 18-കാരിയുടെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന സ്ത്രീ ആയിരുന്നു ഇന്ന് മരണപ്പെട്ടത്. ഇത് വലിയ ആശങ്കയിടയാക്കി. ഇവരെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചു. ഇപ്പോൾ അല്പസമയം മുൻപാണ് പരിശോധനാ ഫലം വന്നത്. എന്തായാലും ജില്ലയ്ക്ക് ആശ്വാസമായ ആ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ആശങ്ക മാറിയിരിക്കുന്നു. അതേസമയം നിലവിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുന്ന സ്ഥലങ്ങളിലെല്ലാം കർശന നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. ഒപ്പം പനി പരിശോധന തുടങ്ങിയ കാര്യങ്ങളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നു. എന്തായാലും ജില്ലയിൽ ഈ സ്ത്രീയുടെ കാര്യത്തിലെങ്കിലും വലിയ ആശ്വാസമായിരിക്കുന്നു. അതേസമയം സമ്പർക്ക പട്ടികയിൽ മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും 242 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. ഒപ്പം പാലക്കാട് ജില്ലയിൽ 125ഓളം പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെ മരണപ്പെട്ട യുവതിയുമായി സമ്പർക്കം പുലർത്തിയ ആളുകളും ആരോഗ്യ പ്രവർത്തകരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. എന്തായാലും ആരോഗ്യവകുപ്പ് വലിയ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ 3 ജില്ലകൾ കേന്ദ്രീകരിച്ചും നടത്തുന്നത്. രാജേഷ്. സംസ്ഥാനത്ത് UDFന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ താനാണെന്ന സർവേ ഫലം പങ്കുവച്ച് ശശി തരൂർ. സ്വകാര്യ ഏജൻസിയുടെ സർവേയിൽ 28.3% പേർ തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായപ്പെട്ടതായാണ് പറയുന്നത്. അതേസമയം സർവേയോട് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാനത്ത് അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ താനാണെന്ന സ്വകാര്യ ഏജൻസിയുടെ സർവേ ഫലം എക്സിലൂടെയാണ് തരൂർ പങ്കുവച്ചത്. കൂപ്പുകൈ ഇമോജിയോടെയാണ് തരൂർ ഇത് പങ്കുവച്ചത്. കേരള വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസിയാണ് സർവേ നടത്തിയത്. കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ തരംഗമുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. സിറ്റിംഗ് MLA-മാരെ മാറ്റണമെന്നാണ് പങ്കെടുത്ത 62% പേരും ആഗ്രഹിക്കുന്നതെന്ന് സർവേ ഫലം പറയുന്നു. 23% പേർ മാത്രമാണ് നിലവിലുള്ള MLA-മാർ തുടരണമെന്ന് ആഗ്രഹിക്കുന്നത്. 15.4% മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള VD സതീശനുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നത്. 28.3 പേർ ശശി തരൂരിന് അനുകൂലമായാണ് പ്രതികരിച്ചത്. UDFൽ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടെന്ന് 27% പേരും അഭിപ്രായപ്പെടുന്നു. അതേസമയം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും KK ശൈലജയ്ക്ക് പിന്നിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനസമിതിയെന്നും സർവേയിൽ പറയുന്നു. മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ 17.5% പേർ പിന്തുണച്ചപ്പോൾ 24.2% KK ശൈലജയ്ക്കുള്ള പിന്തുണ. കഴിഞ്ഞ കുറച്ചു നാളുകളായി തരൂരിന്റെ നിലപാടുകൾ UDFന് തലവേദനയുണ്ടാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് UDFൽ നിന്നുള്ള അടുത്ത മുഖ്യമന്ത്രിയാകാൻ താൻ യോഗ്യനാണെന്ന സർവേ ഫലവുമായി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. സംസ്ഥാന സിലബസിലെ കുട്ടികളെ കൂടി പരിഗണിച്ച് എല്ലാവർക്കും തുല്യനീതി ലഭ്യമാകുന്ന രീതിയിലാണ് കീം പ്രവേശന ഫോർമുല തയ്യാറാക്കിയതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. വളരെ സുതാര്യമായാണ് എല്ലാ നടപടികളും സ്വീകരിച്ചത്. എല്ലാ കുട്ടികൾക്കും നീതി ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ക്യാബിനറ്റ് കൂടിയാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ കോടതി വിധി ലഭ്യമായി കഴിഞ്ഞാൽ ക്യാബിനറ്റ് ചേർന്ന് ഉചിതമായ തീരുമാനം എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ക്യാബിനറ്റിൽ തന്നെ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും. ഇനിയും അപ്പീൽ പോകാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷം
35 മാർക്കിൻ്റെ വ്യത്യാസം വരാവുന്ന നിലയിലായിരുന്നു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും 35 മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്. വ്യോമസേന വിമാനം തകർന്ന് 2 പേർ കൊല്ലപ്പെട്ടു. രാജസ്ഥാനിലെ ചുരുവിലാണ് അപകടം നടന്നത്. 2 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ജാഗ്വാർ യുദ്ധവിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സ്ഥലത്ത് നിന്നും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടം. സൂറത്ഗഡ് വ്യോമത്താവളത്തിൽ നിന്നും പറന്നു പൊങ്ങിയ വിമാനമാണ് തകർന്നു വീണത്. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു. പരിശീലന പറക്കലിനിടയിലാണ് അപകടം. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. രാജസ്ഥാനിലെ ജോധ്പൂരിലും ബിക്കാനീറിലും ഉൾപ്പെടെ വ്യോമത്താവളങ്ങളുണ്ട്. ഏപ്രിലിൽ ഗുജറാത്തിലെ ജാംനഗറിന് സമീപം വ്യോമസേനയുടെ ഒരു ജാഗ്വർ യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റ് മരിച്ചിരുന്നു.